ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നോക്കുക. കറണ്ട് ഫീലിങ്സ് ആണ്, റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമുക്ക് നോക്കാം ഈ ഒരു നിമിഷം അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ സാഹചര്യം എന്താണ് എന്നോട് നോക്കാം. അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നോട് നോക്കാം. ദ ഡെവിളാണ്, ടു ഓഫ് കപ്സ്, ത്രീ ഓഫ് വാണ്ട്സ്, Five of Swords, Knight of Wands. ബോട്ടം എനർജി വന്നത് 8 of കപ്പിന്റെ എനർജിയാണ്. ഇതില് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഡെവിളാണ്. അപ്പോൾ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളോട് ഈ വ്യക്തിക്ക്. കാരണം എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും ഒരു ഒബ്സഷൻ വരുന്നത് പോലത്തെ ഒരു എനർജിയാണ്. വീണ്ടും ഇപ്പോൾ ഇതിൽ ഒരു ഓൺ ആൻഡ് ഓഫ് എനർജി ശരിക്കും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ വളരെ സ്നേഹത്തിൽ സംസാരിക്കും, പിന്നെ കുറച്ചു കാലം ഒരു കണക്ഷനും ഇല്ലാതെ പോവും, വീണ്ടും ഒന്നും അറിഞ്ഞില്ലാത്ത പോലെ വീണ്ടും തിരിച്ചു വരും, വീണ്ടും കുറച്ച് ദിവസം നിൽക്കും, വീണ്ടും പോകും. അങ്ങനത്തെ ഒരു ഓൺ ആൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് കളയാനേ പറ്റുന്നില്ല. രണ്ടുപേർക്കും പറ്റുന്നില്ല എന്നാണ് ഇത്, രണ്ടാൾക്കും അത് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരു അട്രാക്ഷൻ ശരിക്കും ഉണ്ട് ഈ ഒരു റീഡിങ്ങിൽ. നിങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുപാട് അട്രാക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. പക്ഷേ പലപ്പോഴും ഇതിൽ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഹെൽത്തി അല്ല ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഹെൽത്തി റിലേഷൻഷിപ്പ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നെഗറ്റീവ് പാറ്റേൺസ് ഒരുപാടുണ്ട്, എന്നാൽ ഒരുപാട് അറ്റാച്ച്മെന്റും ഹെൽത്തി അല്ലാത്ത അറ്റാച്ച്മെന്റും അട്രാക്ഷനും ഒക്കെ ഉണ്ട് താനും. അപ്പോൾ ഇതില് ഒരു ആരുടെയൊക്കെയോ ഒരു ജലസി വന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ കുറേ ആൾക്കാർ, നെഗറ്റീവായിട്ടുള്ള കുറേ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവർക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അവർ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. അടുത്ത 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതിൽ ഒരു റീയൂണിയന്റെ എനർജിയാണ് കാണുന്നത്. അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകണം എന്നവർ ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇതിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട്, അതാണ് ഡെവിളും 3 ഓഫ് കപ്സും വരുന്നത്. ചില ആൾക്കാർക്ക് ഇതിൽ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ട്. നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയണമെന്നുണ്ടെങ്കിലും ആ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് അത് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇത് അവരുടെ സാഹചര്യം ആയിരിക്കാം കേട്ടോ. ഇത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ സിറ്റുവേഷൻ ആകാം, ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രശ്നമോ അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു വ്യക്തികളും തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അവർ ഒരിക്കലും അവരുടെ ജീവിതം ഇപ്പോൾ ഒരു ഈസി ഗോയിങ് അല്ല എന്നാണ് കാണുന്നത്. ഒരു കുറച്ചധികം പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. ഈ ചിലപ്പോൾ കുറച്ച് ഫ്രണ്ട്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ പക്ഷേ എന്തൊക്കെയായിരുന്നാലും അവരുടെ ഉള്ളിൽ ശരിക്കും ഒരു ഹാപ്പി മൊമെന്റ്സ് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു അത്രയും ആ സന്തോഷമുള്ള മൊമെന്റ്സ് അവർ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ 3 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഇതില് ഇവര് നിങ്ങളെ അകലെ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. മറ്റുള്ളവരിലൂടെ നിങ്ങളെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ കാര്യം മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ടായിരിക്കാം, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്.
ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെ റീകണക്ട് ചെയ്യാമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർക്ക് ഇത് ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയാണ് കാണിക്കുന്നത്. ഇനിയും ചാൻസ് ഉണ്ടോ, ഇനി നിങ്ങൾ വീണ്ടും ഒരുമിക്കാൻ പറ്റുമോ എന്നൊക്കെ അവർ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഒരിക്കലും വിട്ട് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണെന്നാണ് കാണുന്നത്. അടുത്ത് 5 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇതൊരു ബ്ലോക്കേജ് ആണ് നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ ബ്ലോക്കേജ് എന്ന് പറയുന്നത് ഈ 5 ഓഫ് സോർഡ്സ് ആണ്. ചിലപ്പോൾ ഈഗോ ഉണ്ടായിരിക്കാം അവർക്ക്, ചിലപ്പം തെറ്റിദ്ധാരണകളായിരിക്കാം, മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്തതായിരിക്കും. കാരണം ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളിൽ നിന്നും ഉണ്ടായതോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്കുണ്ടായതോ ആയിട്ടുള്ള വാക്കുകൾ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അത് അവരിപ്പം ഒരു ഗിൽറ്റ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, വേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. പിന്നെ രണ്ടുപേരും ഹാർട്ടായിട്ടുണ്ടെന്നാണ് കാണുന്നത്. ചിലപ്പം നിങ്ങൾ ചിലപ്പോൾ അവരെ അവിശ്വസിച്ചതിലുള്ള അങ്ങനെയുള്ള വേദന ആയിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള വേദന ആയിരിക്കും. രണ്ടും ആയിരിക്കാം കേട്ടോ. പക്ഷേ അത് പല ആൾക്കാരും അത് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ കുറച്ച് പേര് മാത്രം അത് പുറത്ത് പറയുന്നുണ്ടായിരിക്കാം. ഇത് ഉള്ളിൽ വെച്ച് പെരുമാറുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഇത് നൈറ്റ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ്. ഇതൊരു നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു പാഷനുണ്ട്. ചെറുതല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാഷനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് തന്നെ തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കുറെ കാലമൊന്നും കാത്തിരിക്കാൻ അവർ തയ്യാറല്ലാത്ത ഒരു ഇതാണ് കാണുന്നത്. ഇത് പിന്നെ ചിലപ്പോൾ അവർ ചില കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്ന് കാണുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളെ കമ്മിറ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവർക്കൊരു ഭയം ഉണ്ടെന്ന് കാണുന്നുണ്ട്. കാരണം അവർക്ക് ഫ്രീഡം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും ശരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള തിരിച്ചുവരവ് അവർക്ക് ആവശ്യമാണ്. പക്ഷേ അവർക്ക് ഭയമാണ്, കമ്മിറ്റ്മെന്റ് തരാൻ അവർക്ക് ഭയമാണ് എന്നാണ് കാണുന്നത്. കാരണം അവർക്ക് ഫ്രീഡം കിട്ടൂല എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇപ്പം ഇതിൽ ബോട്ടം എനർജി വന്നിട്ടുള്ളത് 8 ഓഫ് കപ്പിന്റെ എനർജിയാണ്. ഒരാൾ വെയിറ്റ് ചെയ്യുന്നു, ഒരാൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതില് ഒരാൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ഫിസിക്കലി ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ കുറച്ച് ദൂരെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, കുറച്ച് ആൾക്കാരെങ്കിലും. പക്ഷേ ഇത് പൂർണ്ണമായും കഴിഞ്ഞു പോയിട്ടില്ല. കാരണം ഒരാൾ ഇവിടെ തന്നെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതായിരിക്കണം ഇതിനകത്ത് കാണുന്നത്. ഇതില് നിങ്ങൾ ഫുള്ളി ഇവരെ മറക്കാനോ അല്ലെങ്കിൽ അവരും അതുപോലെ നിങ്ങളെ പൂർണ്ണമായിട്ട് മറക്കാനോ ഒന്നും അവർക്ക് പറ്റുന്നില്ല. നിങ്ങൾ കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കതറിയാം, നിങ്ങൾ അവരെ കാത്തിരിക്കുന്നു എന്ന് അവർക്ക് ഉറപ്പായിട്ടും അറിയാം. അപ്പോൾ നിങ്ങളവർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടുമില്ല. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇനി ഇവര് വേണ്ടാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ചോയ്സ് തിരക്കി പോകണുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. സെപ്പറേറ്റഡ് ആണെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെയധികം കൂടുതലാണെന്നാണ് കാണുന്നത്. എന്തായാലും വീണ്ടും അവർക്ക് റിട്ടേൺ വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് തിരിച്ചു പോകാൻ അവര് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ ഇതിൽ കുറെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, തേർഡ് പാർട്ടി, ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. ഇത് അവരുടെ ഫാമിലി ആകാം, നിങ്ങളുടെ ഫാമിലി ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം. അപ്പോൾ ചിലപ്പോൾ അത് പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാത്ത കുറെ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ അത് നിങ്ങൾ പരിഹരിക്കണം, നിങ്ങൾ പറഞ്ഞ് തീർക്കണം എന്നൊക്കെ നിങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ എന്നാലും ഇപ്പോഴും ശരിക്കും ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ഇതൊരു കാർമിക ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. കാരണം 2 ഓഫ് കപ്സും ഡബിളും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കാർമിക് പാർട്ട്ണറാണിത്. അതുകൊണ്ട് തന്നെ
നിങ്ങൾ പൂർണ്ണമായി ഹീൽ ചെയ്താൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും സെയിം പാറ്റേൺ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരുപാട് വിഷമിച്ചുകൊണ്ടേയിരിക്കും. രണ്ടുപേർക്കും പൂർണ്ണമായിട്ട് വിട്ടുപോകാനും പറ്റൂല. അപ്പൊ ഇതിൽ എന്തൊക്കെയോ സത്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സമയം അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ മറ്റുള്ള ഇതുപോലെയല്ല, ശരിക്കും ഒരു അറ്റാച്ച്മെന്റ് കൂടുതലാണ് ഇവർക്ക് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.